തആല പരിശുദ്ധ ഖുർആനിൽ അംബിയാ മുർസലീങ്ങളുടെ നിയോഗം പറഞ്ഞ് അവരെ പ്രധാനമായും ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യവും നമ്മൾ കേൾപ്പിച്ചതാണ്. ഓരോ റസൂലിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. കാരണം അതാണ് അസ്ല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏൽപ്പിക്കപ്പെട്ട ജോലി അതുതന്നെയാണ്. 10 കൊല്ലം 13 കൊല്ലം മക്കത്തും ശേഷം 10 കൊല്ലം മദീനത്തും 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെയും ഓരോ ദർസുകളുടെയും ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞ ഒരു സംഭവം അറിയായിരിക്കും. അദ്ദേഹത്തോട് പറഞ്ഞ വാക്കും അതാണ്, നീ അവിടെ ചെന്നാൽ അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളെ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക. ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി, നീ അവിടെ ചെന്ന് അവരോട് ആദ്യമായി അവരെ വിളിക്കുന്നത് ഇലാ അയ്യുവഹിദുല്ലാഹ്, തൗഹീദിലേക്കായിരിക്കണം. നീ ആദ്യം പറയേണ്ടത് തൗഹീദാണ്. അവരത് അംഗീകരിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെ നീ അവരെടുത്ത് നിസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ പറ്റി, അതേപോലെ സക്കാത്തിനെ പറ്റിയൊക്കെ പറയണം. കാരണം അസ്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്, അഖീദയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് അഅ്മാലുകൾ.